നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇൻവേർട്ടിബിൾ. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ അല്ലയോ? അതിന് മുന്നേ എന്താണ് ഇൻവേർട്ടിബിൾ? ഇൻവേഴ്സ്. ഒറ്റ മനസ്സിലാക്കിയത് ഇൻവേഴ്സ്. സോ പരസ്പരം ഇൻവേഴ്സ് ആണെങ്കിൽ എന്താ പറയാം? ഇൻവേർട്ടിബിൾ എന്ന് പറയാം. അത്രയേ ഉള്ളൂ. കറക്റ്റ് ഡെഫിനിഷൻ എന്താണ്? എ ഫംഗ്ഷൻ എഫ് സച്ച് ദാറ്റ് എക്സ് ടു വൈ, എക്സിൽ നിന്ന് വൈയിലേക്ക് ഉണ്ട്. ഒരു ഫംഗ്ഷൻ എന്താണ്? എക്സിൽ നിന്ന് വൈയിലേക്കാണ്. ഇഫ് ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ ദെൻ ദർ ഈസ് എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ജി വൈ ടു എക്സ്. ഒന്നും മനസ്സിലായിട്ടില്ല. ഒരു ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്ക് ഉണ്ട്, അതാണ് എഫ് ഓഫ് എക്സ്. ഇനി വൈയിൽ നിന്ന് എക്സിലേക്ക് ഒരു ഫംഗ്ഷന് ഉണ്ടെങ്കിൽ എന്താ പറയാം? ഇൻവേർട്ടിബിൾ എന്ന് പറയാം. റെഡി? അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആണ്, അതെന്താ പറയുക? ഇൻവേർട്ടിബിൾ. റെഡി? ഇനി ഇതൊന്നും മനസ്സിലാക്കണ്ട. ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇൻവേർട്ടിബിൾ ആണെന്ന് ചോദിക്കാൻ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. അതിന് മുന്നേ ഇൻവേർട്ടിബിൾ എന്താ? ഇൻവേഴ്സ്. പരസ്പരം ഇൻവേഴ്സുകൾ നമ്മൾ എന്താ പറയുക? ഇൻവേർട്ടിബിൾ എന്ന് പറയും. റെഡി? ഇനി ഇൻവേർട്ടിബിൾ എങ്ങനെയൊക്കെയാണ് ഇൻവേർട്ടിബിൾ ആവാമെന്ന് നോക്കാം. ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്? രണ്ട് മെത്തഡാണ്. ഫസ്റ്റ് മെത്തഡ് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൊരു ഫംഗ്ഷന് 1 ആണ്, അതുപോലെ തന്നെ ഓൺ ടു ആണ്. 1 ഓൺ ടു ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ബൈജക്റ്റീവ് എന്ന് പറയും. ബൈജക്റ്റീവ്. റെഡി? ഇനി എല്ലാ ബൈജക്റ്റീവും എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. ഇതാണ് ഒരു മെത്തേഡ്. എന്താണ്? നമ്മൊരു ഫംഗ്ഷൻ എന്നിട്ട് അത് ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ബൈജക്റ്റീവ് നോക്കിയാൽ മതി. എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. സോ എന്താ ബൈജക്റ്റീവ്? ബോത്ത് 1 ആൻഡ് ഓൺ ടു. ഒരു ഫംഗ്ഷന് 1 ഓൺ ടു ആണെങ്കിൽ അതെന്താണ്? ബൈജക്റ്റീവ് ആണ്. എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. സോ 1 ഓൺ ടു പഠിച്ച ആൾക്കാർക്ക് ഇത് ഫ്രീ ആണ്. വളരെ സിമ്പിളായിട്ട് 2 മാർക്ക് കിട്ടും. റെഡി? ഇനി ഒരു ഫംഗ്ഷന് ഇൻവേർട്ടിബിൾ ആണെന്ന് ചോദിച്ചു, അത് ഇൻവേർട്ടിബിൾ അല്ലെങ്കിൽ അതിന് എന്തുണ്ടാവില്ല? ഇൻവേഴ്സ് ഉണ്ടാവില്ല. റെഡി? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യണം? അത് ഇൻവേർട്ടിബിൾ ആണോ അല്ലേ നോക്കണം. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ടാവും, ഇൻവേർട്ടിബിൾ അല്ലെങ്കിൽ അതിന് എന്തുണ്ടാവില്ല? ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഇതാണ് ഒരു മെത്തേഡ്. ഈ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട, അത് CBSE ആണ് ഇമ്പോർട്ടൻ്റ്, നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് ജി ഓഫ് വൈ ഈക്വൽ ടു എക്സ് എന്ന് വരാം. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഐ സഫിക്സ് എക്സ് എന്നുണ്ടാവും. ഓക്കെ, എക്സ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എക്സ് അല്ല വൈ, ഇതന്നെ ഇവിടെ വരാണ് വൈ. അതുപോലെ തിരിച്ചും പറയാം, ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇവിടെ എന്ത് വരാം? ഇതന്നെ വരാം, എക്സ് തന്നെ വരാം. ഇത് ഇവിടെ തന്നെ വരണമെങ്കിൽ ഈ വൈ ഇത് തന്നെ ഇവിടെ തന്നെ വരണമെങ്കിൽ ഈ എഫും ജി എന്തായിരിക്കണം? പരസ്പരം ഇൻവേഴ്സ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞു. റെഡി? ഇനി ജിയും എഫ് ഓഫ് എക്സ്, ഈ എക്സ് തന്നെ ഇവിടെ വരണമെങ്കിൽ ഈ ജിയും എഫ് എന്തായിരിക്കും? പരസ്പരം ഇൻവേഴ്സ് ആയിരിക്കണം. സോ അതാണിത് ഇൻവേർട്ടിബിൾ. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഇത് ചെയ്യണ്ട, നമുക്കിത് മാത്രം പഠിച്ചാൽ മതി. ഇത് മാത്രം പഠിച്ചാൽ മതി, വളരെ സിമ്പിളാണ്. സോ എന്താ ഇൻവേർട്ടിബിൾ? ഇൻവേർട്ടിബിൾ എന്നാൽ ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്ക് ഉണ്ടെങ്കിൽ, ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്ക് ഉണ്ടെങ്കിൽ ആ വൈയിൽ നിന്ന് എക്സിലേക്ക് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. ഇൻവേർട്ടിബിൾ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആ ഫംഗ്ഷന് ബൈജക്റ്റീവ് ആയാൽ മതി. റെഡി? ബൈജക്റ്റീവ് ആയുള്ള എല്ലാ ഫംഗ്ഷൻസും എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. ഈ മെത്തേഡ് നമ്മൾ ചെയ്യുന്നില്ല, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ സംഭവം മനസ്സിലായിട്ടുണ്ട്. ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും, ഗ്യാരണ്ടി. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇത് ഇൻവേർട്ടിബിൾ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ദെൻ ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എഫ് ഇൻവേഴ്സ് ഒക്കെ നമ്മൾ +1 പഠിച്ചാണ്, എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഓക്കെ, ഫസ്റ്റ് ഇത് ഇൻവേർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം, ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ 1 പ്രൂവ് ചെയ്യാം? വളരെ സിമ്പിളാണ്. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എഴുതാം. റെഡി? എഫ് ഓഫ് x1 എന്താ? എക്സിൻ്റെ പ്ലേസിൽ x1 റീപ്ലേസ് ചെയ്യുക. സോ 3x1 - 4 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 3x2 - 4 ഡിവൈഡ് ബൈ 5. ഈ 5നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2 5 കട്ടാവും. സോ 3x1 - 4 ഈക്വൽ ടു 3x2 - 4. നെക്സ്റ്റ് ഈ -4 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +4 എന്നാവും. അപ്പോൾ ഈ -4ഉം +4 കൂടി എന്താവും? ക്യാൻസൽ ആവും. സോ 3x1 ഈക്വൽ ടു 3x2 എന്ന് കിട്ടി. ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ബൈ 3 എന്നാവും. അപ്പോൾ ഈ 3 എന്തായി? ക്യാൻസൽ ആവും. സോ x1 ഈക്വൽ എന്ന് കിട്ടി, x2 എന്ന് കിട്ടി. x1 ഈക്വൽ ടു x2 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? 1 ഫംഗ്ഷൻ. ദെർഫോർ ഇറ്റ് ഈസ് 1 to 1 ഫംഗ്ഷൻ, 1 ഫംഗ്ഷൻ.
എന്താണ് 1 1 ഫംഗ്ഷൻ. ഇനി നമുക്ക് ഓൺ ടു പ്രൂവ് ചെയ്യാം. വളരെ സിമ്പിളാണ്. നോക്കുക എന്താ ഓൺ ടു പ്രൂവ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൾ വൈ എന്ന് എഴുതാം. ഓർമ്മ ഉണ്ടല്ലോ സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ അതിന് ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതി. എഫ് ഓഫ് എക്സ് എന്താണ്? 3x - 4 ഡിവൈഡ് ബൈ 5 ഈക്വൾ ടു വൈ. സ്റ്റെപ്പ് 1 എന്താണ്? ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 2 എക്സ് കണ്ടുപിടിക്കുന്ന ആൻസർ ഏതാ? 3x - 4 ഈക്വൾ ടു 5y. സോ 3x ഈക്വൾ ടു 5y പ്ലസ് 4. ദെൻ എക്സ് ഈക്വൾ ടു 5y പ്ലസ് 4 ഡിവൈഡ് ബൈ 3. ഓക്കെ, എക്സ് കണ്ടുപിടിച്ചു. ഇതാണ് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. റെഡി? ഇനി എന്തായിരുന്നു? എക്സ് എക്സിസ്റ്റ് ചെയ്യേണ്ട നോക്കുക. റെഡി? വൈക്ക് വാല്യൂ കൊടുക്കുമ്പോൾ എക്സിസ്റ്റ് ചെയ്യേണ്ട നോക്കുക. ഫോർ എവരി വൈ ബിലോങ്സ് ടു വൈ എവിടെയാണുള്ളത്? ബിലോങ്സ് ടു എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? റിയൽ നമ്പർ ടു റിയൽ നമ്പർ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. റിയൽ നമ്പർ ടു റിയൽ നമ്പർ. അപ്പോൾ വൈ എവിടെ എടുക്കുന്നത്? ഈ റിയൽ നമ്പർ എന്നാണ് വൈ. ഇതാണ് വൈ, ഇതാണ് എന്ത്? എക്സ്. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഫോർ എവരി വൈ ബിലോങ്സ് ടു റിയൽ നമ്പർ. ഡി ഈ വൈക്ക് എല്ലാ റിയൽ നമ്പർ കൊടുക്കുമ്പോഴും ദർ എക്സിസ്റ്റ് വാല്യൂ ഫോർ എക്സ് ഇൻ റിയൽ നമ്പർ. ദർ എക്സിസ്റ്റ് എക്സ് ഇൻ റിയൽ നമ്പർ. വൈക്ക് നമ്മൾ എല്ലാ വാല്യൂ കൊടുക്കുമ്പോഴും എക്സിൽ എന്തുണ്ട്? അതിന് ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈയിൽ എന്തുണ്ടാവില്ല? ഓർഫൻസ് ഉണ്ടാവില്ല. കൃത്യമായിട്ട് ഞാൻ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഇതിന് മീനിങ് എന്താ? സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. എന്താ കോഡൊമൈൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ആ സെക്കൻഡ് സെറ്റിൽ ഒരു ഓർഫൻസ് പോലും ഉണ്ടാവില്ല. അതാണ് ഈ സംഭവം. റെഡി? അപ്പോൾ നമുക്ക് ഇത്രയും കാര്യം കിട്ടി. അപ്പോൾ എന്താണ്? ദെർഫോർ ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു ഫംഗ്ഷൻ. ഇതെന്താണ്? ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഇത് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഇത് മുന്നേ ചെയ്ത വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് കാണണം. ഈ കാര്യം മനസ്സിലാക്കുക. ഈ എന്താണ് ഡെഫിനിഷൻ? എന്താണ്? ഫോർ എവരി വൈ. ഈ വൈക്ക് ഞാൻ വാല്യൂ കൊടുക്കുമ്പോൾ ഇപ്പോൾ 2 സെറ്റ് ഉണ്ടാവുക അല്ലേ? 2 സെറ്റ് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ റിയൽ നമ്പറാണ്, ഇവിടെ റിയൽ നമ്പറാണ്. ഇതാണ് വൈ. ഈ വൈയുള്ള എല്ലാ എലമെൻസിനും ഫോർ എവരി എലമെൻറ്റ് റിയൽ നമ്പറാണ്. എവരി എലമെൻറ്റ് ഇൻ ആർ എക്സിസ്റ്റ് എ വാല്യൂ ഇൻ എക്സ്. ഈ എക്സിലുള്ള ഇതാണ് എക്സിലുള്ള ഇവിടെ നിന്നുണ്ട്, അതിന് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ എലമെൻസിനും ഇവിടെ നിന്നുണ്ട് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവില്ല? ഓർഫൻസ് ഉണ്ടാവില്ല, അനാഥകൾ ഉണ്ടാവില്ല. അനാഥകൾ ഇല്ലെങ്കിൽ നമുക്കെന്താ അറിയാം? കോഡൊമൈൻ ഈക്വൽ എന്താണ്? റേഞ്ചാണ്, ഓൺ ടു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ഫംഗ്ഷനാണ്. സോ ഇതെന്താണ്? ഇത് 1 1 ആണ്, ഓൺ ടു ആണ്. അപ്പോൾ എനിക്കെന്ത് പറയാം? ദർഫോർ ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. ഓൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ആർ ഇൻവേർട്ടിബിൾ. എന്താണ്? എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻസും എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. സോ എത്ര മാർക്ക് കിട്ടി? 2 മാർക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹെൻസ് ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇത് വളരെ സിമ്പിളാണ്. എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഇത് റിവേഴ്സ് കേസ്. ഇപ്പോൾ എക്സ് ടു വൈ ആണെങ്കിൽ വൈ ടു എക്സ്. എഫ് ഇൻവേഴ്സ് എന്താ? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുക ഈ വൈയിൽ നിന്ന് എക്സിലേക്ക്. ഇപ്പോൾ റിയൽ നമ്പർ 2 തിരിഞ്ഞു വരും. റിയൽ നമ്പർ 2 റിയൽ നമ്പർ തന്നെ തിരിഞ്ഞു വരുമ്പോഴും റിയൽ നമ്പർ 2. ഇവിടെ നാച്ചുറൽ നമ്പർ ആണെങ്കിലോ നാച്ചുറൽ നമ്പർ 2 റിയൽ നമ്പർ ആയിരിക്കും. എഫ് ഇൻവേഴ്സ്. ഇനി എഫ് ഇൻവേഴ്സ് ചോദിക്കുക. എന്താ എഫ് ഇൻവേഴ്സ്? എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എന്താ? എഫ് ഇൻവേഴ്സ് ഇതാണ്. എക്സ് ഈക്വൽ എന്ന് ഏത് സാധനമാണെന്ത്? എഫ് ഇൻവേഴ്സ്. അവിടെ എൻ്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, ജസ്റ്റ് മനസ്സിലാക്കാനാണ്. എക്സ് ഈക്വൽ എന്താവും? ഈ ഫംഗ്ഷൻ അങ്ങോട്ട് പോകുമ്പോൾ എഫ് ഇൻവേഴ്സ് വൈ എന്നാവും അല്ലേ? ഒരു ഫംഗ്ഷൻ അങ്ങോട്ട് പോകുമ്പോൾ എഫ് ഇൻവേഴ്സ് വൈ എന്നാവും. അപ്പോൾ എക്സ് ഈക്വൽ എന്ന് കണ്ടാൽ എന്ത് പറയാം നമുക്ക്? എഫ് ഇൻവേഴ്സ് ആണ്. സോ എക്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ്. ക്ലിയർ? സോ എഫ് ഇൻവേഴ്സ് എന്താണ്? 5y + 4 ഡിവൈഡ് ബൈ 3. 5y + 4 ഡിവൈഡ് ബൈ 3. ഇനി ഇതാണ് എഫ് ഇൻവേഴ്സ്. ഇവിടെ y ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് y ഉണ്ടാവും. എഫ് ഇൻവേഴ്സ് y. ഇനി എഫ് ഇൻവേഴ്സ് എക്സ് വയ്ക്കുകയാണെങ്കിലോ എന്താ? എഫ് ഇൻവേഴ്സ് എക്സ്. വൈൻ്റെ അവിടെ എക്സ് റീപ്ലേസ് ചെയ്യാം. 5x + 4 ഡിവൈഡ് ബൈ 3. നിങ്ങൾക്ക് ഏകദേശം ഒരു 45% മനസ്സിലായാൽ മതി. 45%.
ഔട്ട് ഓഫ് 100. റെഡി? ഇനി 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്, പക്ഷേ എവിടെയൊക്കെ എന്തൊക്കെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം ചില ആൾക്കാർക്ക് മാത്രം. അത് 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ സിമ്പിളാണ്, 3 മാർക്ക് വെറുതെ കൊണ്ട് കളയണ്ട, ശ്രദ്ധിക്കുക. സോ ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്, ഓൺ 2 ആണ് എന്ന് തെളിയിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻവേർട്ടിബിൾ ആണെന്ന് കിട്ടും. ക്വസ്റ്റ്യൻ എന്താ? ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. സോ വളരെ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്? ഇൻവേർട്ടിബിൾ തെളിയിക്കാൻ നമ്മൾ ചെയ്യണം, ഇത് 1 1 നമ്മൾ പ്രൂവ് ചെയ്യണം, ഓൺ 2 നമ്മൾ പ്രൂവ് ചെയ്യണം. എങ്ങനെ 1 1 പ്രൂവ് ചെയ്യാം? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 കൊടുക്കുക. എന്താ എഫ് ഓഫ് x1? 4x1 പ്ലസ് 3 ഡിവൈഡ് ബൈ 3x1 പ്ലസ് 4 ഈക്വൽ ടു 4x2 പ്ലസ് 3 ഡിവൈഡ് ബൈ 3x1 പ്ലസ് 4. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. റെഡി? ക്രോസ് മൾട്ടിപ്ലൈ എന്താ ആൻസർ കിട്ടും നമുക്ക്? ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. റെഡി? ഇവിടെ 2 ആണ്, x2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ സമയം കളയുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ ചെയ്യാൻ. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. റെഡി? അത് സിമ്പിൾ നിങ്ങൾക്ക് ചെയ്ത് കിട്ടും. സോ നിങ്ങൾക്ക് എന്ത് കിട്ടി? x1 ഈക്വൽ x2 കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. 1 1 തെളിയിക്കുക എല്ലാവർക്കും വളരെ സിമ്പിളാണ്. ഇനി ഓൺ 2. എങ്ങനെ ഓൺ 2 നോക്കുക? എഫ് ഓഫ് എക്സ് ഈക്വൽ വൈ എന്ന് ആദ്യം. എഫ് ഓഫ് എക്സ് ഈക്വൽ വൈ. എഫ് ഓഫ് എക്സ് എന്താണ്? 4x പ്ലസ് 3 ഡിവൈഡ് ബൈ 3x പ്ലസ് 4 ഈക്വൽ ടു വൈ. ഇതിന് സിംപ്ലിഫൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ ആൻസർ വരിക? ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 4x പ്ലസ് 3 ഈസ് ഈക്വൽ ടു y ഇൻറ്റു 3x 3xy, y ഇൻറ്റു 4 4y. നമുക്ക് എന്താണ് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്തായിരുന്നു? എക്സ് ഈക്വൽ എന്ന് എഴുതണം. റെഡി? അപ്പോൾ എക്സ് ഉള്ളതിനൊക്കെ ലെഫ്റ്റിലും എക്സ് ഇല്ലാത്തതിനൊക്കെ റൈറ്റ് സൈഡിലും. സോ 4x മൈനസ് 3xy ഈക്വൽ ടു 4y മൈനസ് 3. രണ്ടിലെന്ത് കോമൺ ആണ്? എക്സ് കോമൺ ആണ്, എക്സിന് കോമൺ ആക്കി എടുത്തു. 4 മൈനസ് 3y ഈസ് ഈക്വൽ ടു 4y മൈനസ് 3. സോ നമുക്കെന്ത് കിട്ടി? എക്സ് ഇതിനെ കൊണ്ടുപോവുക. എക്സ് ഈക്വൽ ടു 4y മൈനസ് 3 ഡിവൈഡ് ബൈ 4 മൈനസ് 3y. ഇതാണ് നമുക്ക് കിട്ടിയത്. റെഡി? ഇത് നോക്കുക. നമ്മൾ സ്റ്റെപ്പ് എന്തായിരുന്നു? എക്സ് എക്സിസ്റ്റ് ചെയ്യണം. വൈക്ക് വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് എന്ത് ചെയ്യണം? എക്സിസ്റ്റ് ചെയ്യണം. ഫോർ എവരി വൈ ബിലോങ്സ് ടു, അല്ലേ? വൈക്ക് ഏത് വില കൊടുക്കുന്നത്? ഇതാണ് എക്സ്, ഇതാണെന്ത്? വൈ. വൈക്ക് ഏത് വില കൊടുക്കുന്നത്? റിയൽ നമ്പറിൽ നിന്ന് -4/3 ഒഴിവാക്കിയുള്ള ടേംസ്. ഞാൻ വൈക്ക് ഇവിടെ എന്ത് കൊടുക്കുന്നു? റിയൽ നമ്പേഴ്സ് കൊടുക്കുക. എല്ലാ റിയൽ നമ്പർ കൊടുക്കുന്നുണ്ട്, -4/3 കൊടുക്കുന്നില്ല. വൈക്ക് എല്ലാ റിയൽ നമ്പർ കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ എക്സിന് എന്താ കിട്ടുക ആൻസർ? റിയൽ നമ്പേഴ്സ് അല്ലേ? റെഡി? ഇനി ചോദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ അറിയാം? അത് 1 1 ആണ്, ഓണ്ട് നമുക്ക് ആദ്യം അറിയാം. ഈ ഡെഫിനേഷൻ ചുമ്മാ എഴുതിച്ചാൽ മതി. റെഡി? അപ്പോൾ വൈക്ക് ഞാൻ എന്ത് ചെയ്തു? റിയൽ നമ്പർ എടുത്തു. റിയൽ നമ്പർ -3 റിയൽ നമ്പർ ഡിവൈഡ് ബൈ റിയൽ നമ്പർ എന്താണ്? റിയൽ നമ്പറേ വരുള്ളൂ. ഇവിടെ എന്താ ഉള്ളത്? റിയൽ നമ്പർ അല്ലേ? സോ ഞാൻ വൈക്ക് വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ദർ ഈസ് ഓൾവേസ് എക്സിസ്റ്റ് വാല്യൂ ഓഫ് എക്സ് ബിലോങ്സ് ടു. വൈക്കാണ് വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇത് എക്സ് ബിലോങ്സ് ടു r -4/3 such that f of x equal to y. such that f of x equal to y എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. ഇതിന് മീനിങ് എന്താ? ഞാനിവിടെ വൈക്ക് വാല്യൂ കൊടുക്കുമ്പോൾ വൈക്ക് വാല്യൂ ഇതാണ് എക്സ് എന്ന സെറ്റ്, ഇതാണ് എന്ത്? വൈ എന്ന സെറ്റ്. വൈക്ക് ഞാൻ വാല്യൂ കൊടുക്കുമ്പോൾ വൈക്ക് എല്ലാ വാല്യൂ കൊടുക്കുമ്പോൾ എല്ലാ എലമെൻസിനും എവിടെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? എക്സിൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റെഡി? സോ ആ സംഭവമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഓർഫൻസ് ഉണ്ടാവില്ല, അനാഥകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ കോഡൊമൈൻ റേഞ്ച് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് ഇതുപോലെ ചുമ്മാ എഴുതിച്ചാൽ മതി. സോ നമുക്ക് മനസ്സിലായി, ഇറ്റ് ഈസ് ഓൺ ടു ഫംഗ്ഷൻ. ഇതെന്താണ്? ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ ആണ്.
സോ ഇത് 1 1 ആണ്, ഓൺ ടു ആണ്. 1 1ഉം ഓൺ ടു ആണെങ്കിൽ നമുക്ക് എന്തറിയാം, ബൈജക്റ്റീവ്. എല്ലാ ബൈജക്റ്റീവ് ഫങ്ഷൻസ് എന്താണ്, ഇൻവേർട്ടിബിൾ ആണ്. റെഡി, വളരെ സിമ്പിളാണ്. ദർഫോർ ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ. ഇനി കഴിഞ്ഞോ, ഇല്ല കഴിഞ്ഞിട്ടില്ല. എന്തുണ്ട്, ഹെൻസ് ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് ഒഴിക്കണം. അപ്പോൾ ഇതുവരെ ചെയ്താൽ നമുക്ക് 2 മാർക്ക് കിട്ടി. ഇനി എഫ് ഇൻവേഴ്സ് പറഞ്ഞാൽ എന്തായി, 1 മാർക്ക് കിട്ടിയപ്പോൾ 3 മാർക്കായി. വളരെ സിമ്പിളാണ്. 1 1ഉം ഓൺ ടും പഠിച്ച ആൾക്കാർ വളരെ സിമ്പിളാണ്. എഫ് ഇൻവേഴ്സ് എന്താക്കിരാ, എഫ് ഇൻവേഴ്സ് അതെന്താവും, നേരെ തിരിയും. ഇത് എ ടു ബി ആണെങ്കിൽ എന്താവും, ബി ടു എ. ഇവിടുന്ന് ഇങ്ങോട്ട് റിവേഴ്സ് ആവും. അപ്പം എന്താ ആർ മൈനസ് -4/3 2 ഇവിടുന്ന് ഇങ്ങോട്ട് പറയുക എന്താണ്, ആർ മൈനസ് -4/3 ആണ് എഫ് ഇൻവേഴ്സ്. എന്താ എഫ് ഇൻവേഴ്സ്, ആ ഫംഗ്ഷൻ എന്താണ്, ഇത് എക്സ് എന്ന് പറഞ്ഞ സംഭവമാണ്. 4y - 3 ഡിവൈഡ് ബൈ 4 - 3y. ഇതാണിത് എഫ് ഇൻവേഴ്സ്. ഇവിടെ എന്താണ് വൈൻ്റെ ടേംസ് ഉള്ളത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് വൈ. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സ് എന്താക്കി വരിക, ആ വൈൻ്റെ അവിടെ എക്സ് റീപ്ലേസ് ചെയ്യാം. 4x - 3 ഡിവൈഡ് ബൈ 4 - 3x. വളരെ സിമ്പിളാണ്. ഇപ്പം നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ക്ലിയർ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പക്ക ലെവലിൽ മനസ്സിലാവും. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ആർ പ്ലസ് പോസിറ്റീവ് റിയൽ നമ്പർ ടു ക്ലോസ് ഇൻ്റർവെൽ 4 to ഓപ്പൺ ഇൻ്റർവെൽ ഇൻഫിനിറ്റി. എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ x² + 4. സോ ഇത് ഇൻവേർട്ടിബിൾ ആണ്, നമുക്ക് പ്രൂവ് ചെയ്യണം. അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അത്രയൊക്കെ ഉള്ളൂ. സോ അത് ഇൻവേർട്ടിബിൾ നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇത് 1 1 ആണ്, ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, 1 1 പ്രൂവ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, എഫ് ഓഫ് x1 = എഫ് ഓഫ് x2. എന്താ എഫ് ഓഫ് x1, x1² + 4 = x2² + 4. ഈ +4 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -4 എന്നാവും. ആ രണ്ടെന്താവും, ക്യാൻസൽ ആവും. സോ x1² = x2². റെഡി. ഇനി സ്ക്വയർ പോകുമ്പോൾ റൂട്ട് വരും, 2 ക്യാൻസലായി. സോ x1 = ± x2. ± ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ക്വയറൊക്കെ വരുമ്പോൾ ± വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം x1 = ± വന്നാൽ എന്തല്ല, 1 1 അല്ല. റെഡി. ഇനി ശ്രദ്ധിക്കുക, ഇത് ± തന്നെയാണോ നോക്കണം. നോക്കുക, ഇതാണ് എക്സ്, ഇതാണ് വൈ. എക്സ് എന്താണ്, പോസിറ്റീവ് റിയൽ നമ്പറാണ്. അപ്പോൾ നെഗറ്റീവ് എടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, x1 = +x2. കാരണം എവിടെ നിന്നാണ് എടുക്കുന്നത്, റിയൽ നമ്പർ എന്നാണ്. ഏതെടുക്കുന്നുള്ളൂ, പോസിറ്റീവ്. ഇവിടെ ബ്രാക്കറ്റിൽ ചെയ്താ x1, x2 ബിലോങ്സ് ടു പോസിറ്റീവ് റിയൽ നമ്പർ. അതുകൊണ്ട് നമ്മളിവിടെ എന്താ എടുക്കുള്ളൂ, പോസിറ്റീവ് x2 എടുക്കുള്ളൂ, നെഗറ്റീവ് എടുക്കില്ല. മനസ്സിലാക്കുക, തെറ്റിക്കരുത്. റെഡി. സോ ഇവിടെ എന്താണ്, ദ ഫങ്ഷൻ ഈസ് 1 1 ഫങ്ഷൻ. ഇതെന്താണ്, 1 1 ഫങ്ഷനാണ്. സിമ്പിളാണ്, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് ഓൺ ടു തെളിയിക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൾ വൈ എന്ന് ചെയ്താൽ എഫ് ഓഫ് എക്സ് ഈക്വൾ വൈ. എഫ് ഓഫ് എക്സ് നമുക്ക് എന്താ അറിയാം, എന്താണ്, x² + 4 = y. ദെൻ x² = y - 4. ദെൻ x എന്തരും, ± ഉണ്ടാവും. പക്ഷേ എക്സിന് എന്ത് മാത്രം എടുക്കാൻ പറ്റുള്ളൂ, പോസിറ്റീവ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പോസിറ്റീവ് y - 4. ഇത്രയും കിട്ടി. റെഡി, ഇത് കിട്ടി നമുക്ക്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഇത് ഓട്ടം തെളിയിച്ചാൽ മതി. ഇവിടെ വൈക്ക് വാല്യൂ കൊടുക്കുമ്പോൾ വൈക്ക് ഏത് വില കൊടുക്കുന്നത്, ഫോർ എവരി y ബിലോങ്സ് ടു 4 to ഇൻഫിനിറ്റി. റെഡി. വൈക്ക് ഞാൻ 4 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ വൈക്ക് 4 കൊടുത്തു. അപ്പോൾ √4 - 4 0. ആ 0 പോസിറ്റീവ് റിയൽ നമ്പറിലല്ലേ ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, 2 1 കൊടുത്തു. അത് ഇവിടെ ഉണ്ടാവില്ലേ, ഉണ്ടാവും. റെഡി. അത് കൃത്യമായിട്ട് നമ്മളിതിന് മുന്നേ പറഞ്ഞാണ്, വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. സോ വൈക്ക് ഞാൻ വാല്യൂസ് കൊടുക്കുമ്പോൾ എക്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെ, ഈ പോസിറ്റീവ് റിയൽ നമ്പറിൽ. സോ x belongs to R plus such that codomain is equal to range or range equal to codomain. ഇതാണെന്ത്, therefore it is on to function. ഇതെന്താണ്,
ഓൺ ടു ഫങ്ഷനാണ്. ഇത് ഓൺ ടു ഫങ്ഷനാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് വിളിക്കണം. ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പർ ടു ഫോർ ഇൻഫിനിറ്റി എന്നാണ്. ഇൻവേഴ്സ് എന്താക്കിരാ? ലിമിറ്റ് എന്താക്കിരാ? 4 ഇൻഫിനിറ്റി ടു പോസിറ്റീവ് റിയൽ നമ്പർ. ഞാൻ ഫംഗ്ഷൻ എന്താ ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് പറഞ്ഞാൽ ഇതാണ്, ഇതാ റൂട്ട് ഓഫ് വൈ മൈനസ് 4. ഇവിടെ വൈലായതുകൊണ്ട് എഫ് ഇൻവേഴ്സ് വൈ. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് എന്താക്കിരാ? എഫ് ഇൻവേഴ്സ് എക്സ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 4. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഇത് 1 1 പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ ഓൺ ടു എന്ന് പ്രൂവ് ചെയ്തു. ഓൺ ടു ആണെങ്കിൽ എന്താണ്? ഇവിടെ ഇതൊക്കെ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ. 1 1 ആണ്, ഓൺ ടു ആണ്. 1 1 ഓൺ ടു ആണെങ്കിൽ അതെന്താണ്? ബൈജക്റ്റീവ് ആണ്. എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. ആ ഇൻവേഴ്സ് ഇവിടെ ചോദിച്ചു. സിമ്പിളാണ്. പക്ഷേ നിങ്ങൾ എന്തറിയണം? ഇത് 1 1 ആണ്, ഓൺ ടു ആണ്, പ്രൂവ് ചെയ്യാറണം. അത് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചു. അറിയാത്തവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനെ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം പഠിക്കണം. അത് പഠിക്കാണ്ട് നിങ്ങളിത് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് സെറ്റ് 1 2 3 4 5 to 1 4 9 16 25. റെഡി? ഇപ്പോൾ ഫംഗ്ഷൻ എന്നും ബിയിലേക്കാണ്. ഓക്കെ, ഇനി നമുക്കിത് ഇൻവേർട്ടിബിൾ ആണെന്ന് നോക്കണം. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും കണ്ടുപിടിക്കണം. അത്രയൊക്കെ ഉള്ളൂ. സോ നമുക്ക് നോക്കാം. ഇൻവേർട്ടിബിൾ ആണ് എന്താ ചെയ്യേണ്ടത്? 1 1 ആണോ ഓൺ ടു ആണോ നോക്കണം. ഇങ്ങനെ ഫംഗ്ഷൻ ഇങ്ങനെ സെറ്റായി തരാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ആരോ ഡയഗ്രം വരച്ചാൽ മതി. സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ആരോ ഡയഗ്രം വരയ്ക്കുക. എയിൽ നിന്ന് ബിയിലേക്ക്. എയിൽ എന്തൊക്കെയുണ്ട്? 1 2 3 4 5. ബിയിലോ 1 4 9 16 25. ഇതാണ് ഫംഗ്ഷൻ എഫ്. എഫ് ഓഫ് 1 ഈക്വൽ ടു 1. അപ്പോൾ 1 നിന്ന് 1ലേക്ക്. എഫ് ഓഫ് 2 ഈക്വൽ ടു 4. എഫ് ഓഫ് 3 ഈക്വൽ 9. എഫ് ഓഫ് 4 ഈക്വൽ 16. എഫ് ഓഫ് 5 ഈക്വൽ ടു 25. ഈ ഫംഗ്ഷന് 1 1 ആണോ അല്ലയോ? നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഓരോന്നിനും ഓരോ കണക്ഷൻ. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്. ദെയർ ഫോർ ദ ഫംഗ്ഷൻ ഈസ് 1 1 ഫംഗ്ഷൻ. ഇതെന്താണ്? 1 1 ഫംഗ്ഷൻ ആണ്. അപ്പോൾ എന്ത് എഴുതണം? ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്. ദെയർ ഫോർ ഇറ്റ് ഈസ് 1 1 ഫംഗ്ഷൻ. ഇനി ഓൺ ടു ആണോ എന്ന്. ഇവിടെ ഏതെങ്കിലും ഓർഫൻസ് ഉണ്ടോ? ഇല്ല. സോ ഇവിടെ ഒരൊറ്റ ഓർഫൻസ് ഇല്ല. അതുകൊണ്ട് എന്താണ്? ഇത് ഓൺ ടു ഫംഗ്ഷനാണ്. ഇനി അതെങ്ങനെ എഴുതേണ്ടത്? എവറി എലമെൻറ്റ് ഇൻ ദി സെറ്റ് ബി ഈസ് ദി ഇമേജ് ഓഫ് സം എലമെൻറ്റ്സ് ഇൻ സെറ്റ് എ. റെഡി? ഇവിടെ എല്ലാ എലമെൻറ്റ്സിനും ഇതൊക്കെ എന്താണ്? ഇവിടുത്തെ എലമെൻറ്റ്സിൻ്റെ ഇമേജസ് ആണ്. റെഡി? അത്രയ്ക്കുള്ളൂ. സിമ്പിളായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്താണ്? ഇത് ഓൺ ടു ഫംഗ്ഷനാണ്. ദിസ് ഈസ് ഓൺ ടു ഫംഗ്ഷൻ. നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ എഴുതിച്ചാൽ മതി. റെഡി? അപ്പോൾ ഇത് 1 1 ആണ്, ഓൺ ടു ആണ്. സോ ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. ഇതെന്താണ്? ബൈജക്റ്റീവ്. റെഡി? എല്ലാ ബൈജക്റ്റീവ് എന്താണ്? ഇൻവേർട്ടിബിൾ. സോ ദെയർഫോർ ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. ഇത് ഇൻവേർട്ടിബിൾ ആണ്. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യും? എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ ഉണ്ടാവാം? എഫ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്താ തരാം? ലിമിറ്റ് എന്താ തരാം? 1 4 9 16 25. ഇവിടുന്ന് എങ്ങോട്ടേക്ക്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏതാ? 1 2 3 4 5. 1 2 3 4 5. റെഡി? ഇനി എഫ് ഇൻവേഴ്സ് എന്താ? എഫ് ഓഫ് എക്സ് എന്താ? 1 1 2 4 3 9 4 16 5 25. ഇതാണ് എഫ് ഓഫ് എക്സ്. ദെൻ വാട്ട് ഈസ് എഫ് ഇൻവേഴ്സ് എക്സ്? തിരിച്ച് പറയാം. ഇതാണ് എഫ്. അപ്പോൾ ഇൻവേഴ്സ് എന്താ? അവിടുന്ന് ഇങ്ങോട്ടുള്ളത്. അതാണ് എഫ് ഇൻവേഴ്സ്. 1 1 1 1. നെക്സ്റ്റ് 4 2. നെക്സ്റ്റ് 9 3. നെക്സ്റ്റ് 16 4 25 5. അല്ലേ? എഫ് ഓഫ് എക്സ് ആണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് 1 1 2 4 3 9. അങ്ങനെ. എഫ് ഇൻവേഴ്സ് എന്താ? റിവേഴ്സ്. 1 1 4 2 9 3 16 4 25 5. ഇതാണിത് എഫ് ഇൻവേഴ്സ്. ക്ലിയർ? നെക്സ്റ്റ് നമുക്കൊന്ന് ചെയ്യാം. ഒരു ലാസ്റ്റ് ഒരു
ക്വസ്റ്റ്യൻ ചെയ്യുക. അത് ലാസ്റ്റ് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാൽ എങ്ങനെയാണ് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് നോക്കുന്നത്. റെഡി? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പോസിറ്റീവ് റിയൽ നമ്പർ ടു -5 ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ. ഇറ്റ് ഈസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നോക്കാം ഇത് ഇൻവേർട്ടിബിൾ ആണോ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ഇത് 1 1 പ്രൂവ് ചെയ്യണം. എങ്ങനെ 1 1? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. എന്താ എഫ് ഓഫ് എക്സ് 1 വരാ? 9x1 സ്ക്വയർ പ്ലസ് 6x1 മൈനസ് 5 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 9x2 സ്ക്വയർ പ്ലസ് 6x2 മൈനസ് 5. ഈ -5 അങ്ങോട്ട് പോകുമ്പോൾ 2 ക്യാൻസൽ ആവും. സോ എന്ത് കിട്ടി? 9x1 സ്ക്വയർ പ്ലസ് 6x1 ഈക്വൽ ടു 9x2 സ്ക്വയർ പ്ലസ് 6x2. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇനി ഒരുപാടുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ ഒരുമിച്ച് വെക്കുക. എന്ന് വെച്ചാൽ സ്ക്വയർ ടേമിനൊക്കെ ഫസ്റ്റ് ചെയ്താൽ 9x1 സ്ക്വയർ ഇവിടെ വരുമ്പോൾ -9x2 സ്ക്വയർ. ഇതൊക്കെ ഒരേ ലൈക്ക് ടേംസ് എന്ന് പറയാം, ലൈക്ക് ടേംസ്. ഇവിടെ പ്ലസ് 6x1 ഇത് വരുമ്പോൾ -6x2 ഈക്വൽ ടു 0. ക്ലിയർ? ഇനി നോക്കുക, രണ്ടിലും 9 ഉണ്ട്, കോമൺ ആക്കി എടുത്തു. 9 ഇൻറ്റു x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ പ്ലസ് രണ്ടിലെന്ത് കോമണാ? 6 കോമൺ ആണ്. പിന്നെ ബാക്കിയുന്നുണ്ട് x1 മൈനസ് x2 ഈക്വൽ ടു 0. ഇനി നോക്കാം, നമുക്ക് എന്താ അറിയാം? ഇവിടെ x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ ഇതിനെ മാറ്റി ചെയ്താൽ അതല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ 2 ടേം ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടി. അതിന് മീനിങ് എന്താ? ഒന്നെങ്കിൽ ഇത് 0 ആവാം, അതല്ലെങ്കിൽ ഇത് 0 ആവാം. കിട്ടി? അത്രയ്ക്കേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം, ഇവിടെ a സ്ക്വയർ മൈനസ് b സ്ക്വയർ യൂസ് ചെയ്യണം, അതിൽ കോമൺ ആക്കി എടുക്കണം, അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ല ജസ്റ്റ് ഒന്ന് നമ്മൾ നോർമലി ചിന്തിക്കുകയാണെങ്കിൽ ഏതോ ടേം പ്ലസ് ഏതോ ടേം, ഈ 2 ടേം പ്ലസ് ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആവണ്ടേ? റെഡി? ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതേത് ഫോമാണ്? a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന ഫോമാണ്. നമുക്കെന്ത് ചെയ്യാം? അതിനെ a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് മാറ്റിയതാലോ? ഇത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണ്, നമുക്ക് മാറ്റിയതാം a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അങ്ങനെ മാറ്റിയതാണ് എന്താ ആൻസർ എന്ന് പറഞ്ഞേ? 9 ഇൻറ്റു a സ്ക്വയർ മൈനസ് b സ്ക്വയറിനെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. സോ x പ്ലസ് 1 ഇൻറ്റു x പ്ലസ് 2 ഇൻറ്റു x പ്ലസ് 1 ഇൻറ്റു x പ്ലസ് 2 ഇൻറ്റു x മൈനസ് 1 ഇൻറ്റു x പ്ലസ് 2 പ്ലസ് 6 ഇൻറ്റു x1 മൈനസ് x2 x1 മൈനസ് x2 ഈക്വൽ ടു 0. റെഡി? ഇവിടെ എന്ത് കോമൺ ആണ്? x1 മൈനസ് x2 എന്നാണ് കോമൺ ആണ്. x1 മൈനസ് x2 എന്ത് ചെയ്തു? കോമൺ ആക്കി എടുത്തു. ബാക്കി എന്താ ഉള്ളത്? x1 9 ഇൻറ്റു x1 പ്ലസ് x2 പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിൽ ഏത് ടേമാണ്? ഇവിടെ 0 വരുന്നു. 2 ടേം ഇൻറ്റു ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? അതിൽ ഏതെങ്കിലും ടേം 0 ആയിരിക്കണം. ഈ 2 ടേം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് 0 ആയിരിക്കണം. ഇത് 0 ആവാൻ ചാൻസ് ഉണ്ട്, കാരണം മൈനസ് അല്ലേ. ഓക്കെ, അത് 0 ആവാൻ ചാൻസ് ഉണ്ട്. ഇത് 0 ആവാൻ ചാൻസ് ഉണ്ട്. ഈ ടേംസ് ഇത് 0 അല്ല. x1 പ്ലസ് x2 ചെയ്യുമ്പോൾ 0 ആവാൻ ചാൻസ് ഉണ്ടോ? ഓക്കെ, x1ഉം x2 എവിടെ നിന്ന് എടുക്കുന്നത്? പോസിറ്റീവ് റിയൽ നമ്പറാണ്. 2 പോസിറ്റീവ് റിയൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടോ? ഇല്ല. സോ ഇത് 0 ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഇനി എന്ത് മാത്രം 0 ആവാൻ ചാൻസ് ഉള്ളൂ? x1 മൈനസ് x2 0 ആവാനേ ചാൻസ് ഉള്ളൂ. കാരണം ഇത് 0 ആവില്ല, കാരണം ഇത് പോസിറ്റീവ്. ഇത് 2 പോസിറ്റീവ് റിയൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എന്താവില്ല? 0 ആവില്ല. ഇനി ആകെ ഏത് മാത്രം 0 ആവുള്ളൂ? 2 പോസിറ്റീവ് റിയൽ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. സോ x1 മൈനസ് x2 എന്താണ്? 0. അതിൽ എന്ത് കിട്ടി? x1 ഈക്വൽ ടു x2 കിട്ടി. ഇത് നമുക്കെന്ത് കിട്ടി? x1 ഈക്വൽ ടു x2 കിട്ടി. വളരെ സിമ്പിളാണ്. സോ നമുക്കൊന്ന് മനസ്സിലായി, ഇറ്റ് ഈസ് 1 1 ഫംഗ്ഷനാണ്. ഇതെന്താണ്? 1 1 ഫംഗ്ഷനാണ്. ഇനി നമുക്ക് ഓൺ ടു നോക്കണം. റെഡി? ഇപ്പോൾ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ. അപ്പോൾ നമുക്കിത് 1 1 മനസ്സിലായി. ഇനി ഓൺ ടു നോക്കണം. എങ്ങനെ ഓൺ ടു നോക്കുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിളാണ്. എഫ് ഓഫ് എക്സ് എന്താണ്? 9x സ്ക്വയർ പ്ലസ് 6x മൈനസ് 5 ഈക്വൽ ടു വൈ. റെഡി? ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നമുക്കൊരു ഇക്വേഷൻ പഠിച്ചില്ലായിരുന്നോ? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ 0. റെഡി? അതുപോലെ തന്നെ ഇത് മാറ്റിയതാണ്.
ഈക്വൽ 0 ആണെങ്കിൽ ഈ വൈനെ കൊണ്ടുവന്നു. സോ എന്താ ആൻസർ വരാം? 9x² പ്ലസ് 6x മൈനസ് 5 മൈനസ് y ഈക്വൽ ടു 0. അപ്പോൾ ഇതേ ഫോമായി. അതേ ഫോം വന്നാൽ അതിൽ നിന്ന് എങ്ങനെ എക്സ് കണ്ടുപിടിക്കുക? നമുക്ക് ഇക്വേഷൻ അറിയാലോ. എന്തായിരുന്നു എക്സാണ് ഇക്വേഷൻ? എന്താ? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡ് ബൈ 2a. റെഡി? സോ എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്താ? എക്സിൻ്റെ കോഫിഷ്യൻ്റ് 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 6 സ്ക്വയർ 36 മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി 4 ഇൻറ്റു എ എന്താണ്? എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് 9 ഇൻറ്റു സി എന്താ? കോൺസ്റ്റൻറ്റ്. ഏതാ? ഇത് എക്സ് ഇല്ലാത്ത ടേംസ് മൈനസ് 5 മൈനസ് 9 ഇൻറ്റു മൈനസ് 5 മൈനസ് 9 സോറി മൈനസ് y ഓൾ ഡിവൈഡ് ബൈ 2a. 2 ഇൻറ്റു എ എത്രയാണ്? 9. ഈ 216ഉം 36ലും എന്ത് നമുക്ക് കോമൺ ആക്കി എടുക്കാം? 36 കോമൺ ആക്കി എടുക്കാം. റെഡി? സോ എക്സ് ഈക്വൽ ടു മൈനസ് 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇവിടെ നമുക്ക് എന്ത് കോമൺ ആക്കി എടുക്കാം? 36ന് കോമൺ ആക്കി എടുക്കാം. 36. സോ 216ൽ എത്ര ടൈംസ് 36 ഉണ്ട്? 6 ടൈംസ് പ്ലസ് y ഓൾ ഡിവൈഡ് ബൈ 18. ഇനി റൂട്ട് 36 നമുക്കറിയാലോ 6 ആണ്. സോ എക്സ് ഈക്വൽ ടു മൈനസ് 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് 36 6 റൂട്ട് ഓഫ് 6 പ്ലസ് y എന്ന് പറയാം, അല്ലെങ്കിൽ y പ്ലസ് 6 എന്ന് പറയാം. രണ്ട് സെയിം തന്നെയാണ്. ഡിവൈഡ് ബൈ 18. ഇനി ഇതിൽ 2 6 ഉണ്ട്. നമുക്കെന്ത് ചെയ്യണം? ഇതിലും ഈ 6ലും 6 ക്യാൻസൽ ചെയ്യാം, 8ലും 6 ക്യാൻസൽ ചെയ്യാം. സോ എക്സ് എന്ത് കിട്ടി? 6 ഇവിടെ മൈനസ് 1 ടൈംസ് പ്ലസ് ഓർ മൈനസ് 1 ഇൻറ്റു റൂട്ട് ഓഫ് y പ്ലസ് 6 ഡിവൈഡ് ബൈ 8ൽ 6 എത്ര പ്രാവശ്യം ക്യാൻസൽ ചെയ്യാം? 6 ടൈംസ്. 2ൽ 6 ഉണ്ട്, കോമൺ ആക്കി എടുത്തിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. റെഡി? ഇത് നോക്കുക, ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്. നമ്മൾ നോക്കുക എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? പോസിറ്റീവ് റിയൽ നമ്പറാണ്. അപ്പോൾ ഇവിടെ എന്താ എടുക്കാൻ പറ്റുള്ളൂ? പോസിറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ. റെഡി? സോ എക്സ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് ഓർ മൈനസ് എന്തെടുക്കാൻ പറ്റുള്ളൂ? പോസിറ്റീവ്. കാരണം നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്. സോ പോസിറ്റീവ് റൂട്ട് ഓഫ് y പ്ലസ് 6 ഡിവൈഡ് ബൈ 6. വാട്ട് ഇസ് റീസൺ? ബ്രാക്കറ്റിൽ ചെയ്താൽ എക്സ് ബിലോങ്സ് ടു പോസിറ്റീവ് റിയൽ നമ്പർ. അതാണ് കാരണം. ഇത് നോക്കുക, ഇത് ഓൺ ടു ഫംഗ്ഷൻ ആണോ ഇല്ലയോ? ഓൺ ടു ഫംഗ്ഷൻ ആണ്. നിങ്ങൾ ഈ വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ കണക്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. ഇത് ഷോ ദാറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അത് ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. അതെങ്ങനെ എഴുതേണ്ടത്? ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ആർ പ്ലസ് കോമ എക്സിസ്റ്റ് സോറി എക്സ് അല്ല, എവിടെയാണ്? എവരി വൈ അല്ലേ? എവരി വൈ ആണ്. സോറി വൈക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വൈക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോർ എവരി വൈ ബിലോങ്സ് ടു വൈക്ക് ഏത് വാല്യൂ കൊടുക്കുന്നത്? -5 ടു ഇൻഫിനിറ്റി. -5 ടു ഇൻഫിനിറ്റി എന്ന വാല്യൂ കൊടുക്കുമ്പോൾ വൈക്ക് നമ്മൾ ഈ -5 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂ കൊടുക്കുമ്പോൾ എവിടെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യും? എക്സിൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. എക്സിസ്റ്റ് എക്സ് ഏതിലാണ്? എക്സിൻ്റെ വാല്യൂ ഏതൊക്കെ? ആർ പ്ലസ്. സച്ച് ദാറ്റ് കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. therefore it is on to function. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇത് അറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എവരി എലമെൻറ്റ് ഓഫ് സെറ്റ് ഇൻ സെറ്റ് 2 ഈസ് ദി ഇമേജ് ഓഫ് സം എലമെൻറ്റ്സ് ഇൻ ഫസ്റ്റ് സെറ്റ്. ആ ഡെഫിനിഷൻ പഠിച്ചാൽ മതി. സോ ഇറ്റ് ഈസ് ഓൺ ടു ഫംഗ്ഷൻ. സോ ദ ഫംഗ്ഷൻ ഈസ് 1 1 ആൻഡ് ഓൺ ടു. ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. സോ ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ. ഇതെന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. ഇതിൻ്റെ ഇൻവേഴ്സ് എന്താ പറയുക? ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും? therefore ഇറ്റ്സ് എഫ് ഇൻവേഴ്സ് എന്താ? റിവേഴ്സ്. -5 ഇൻഫിനിറ്റി ടു ആർ പ്ലസ് ദെൻ എഫ് ഇൻവേഴ്സ് എക്സ് അല്ല എഫ് ഇൻവേഴ്സ് വൈ. ഇതാണ് എക്സ് കണ്ടുപിടിച്ചില്ലേ? ഏതായിരുന്നു എക്സ് കണ്ടുപിടിച്ച്? ഇതാണ് അതിൻ്റെ എഫ് ഇൻവേഴ്സ്. ഈ സംഭവം എന്താ? എഫ് ഇൻവേഴ്സ് എന്താ? എഫ് ഇൻവേഴ്സ് നമ്മുടെ വൈ ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു -1 പ്ലസ് റൂട്ട് ഓഫ് y പ്ലസ് 6 ഡിവൈഡ് ബൈ 6. ഇതാണെന്ത്? അതിൻ്റെ എഫ് ഇൻവേഴ്സ്. സംഗതി എളുപ്പമാണ്, ശ്രദ്ധിക്കുക. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇൻവേർട്ടിബിൾ എന്നൊരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്നതാണ്. സോ ഒന്ന് എന്തൊക്കെ എടുത്തു? ഇൻവേർട്ടിബിൾ എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും.
താങ്ക് യു.